തെരഞ്ഞെടുപ്പിന് പിന്നാലെ തുടങ്ങിവെച്ച വിമർശനം ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? യോഗനാഥത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിൽ കടുത്ത വർഗീയ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തുന്നത്. എല്ലിന്റെ ഇടയിൽ വറ്റി കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ, മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും തിന്നാനാണെങ്കിൽ വേണ്ടോളുണ്ട്. ഇനിയും അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ? ഇയാൾക്ക് എന്താ വട്ടുണ്ടാ? ഞാൻ പറഞ്ഞില്ല പോലെ. കേരളത്തിൽ ന്യൂനപക്ഷ പ്രകടനം മുന്നണി രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് ആരംഭിച്ചതാണ്. വോട്ട് ബാങ്കിന്റെ ബലത്തിൽ UDF ഭരണത്തിലിരിക്കുന്ന സമയത്ത് മധ്യ കേരളത്തിൽ ക്രൈസ്തവരും വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും ചേർന്ന് പൊതുസമ്പത്ത് വെട്ടിപ്പിടിച്ചുവെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്ത് ചെയ്യാനോ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ. കേരളത്തിലെ 9 രാജ്യസഭാ സീറ്റുകളിൽ 5 മുസ്ലിങ്ങളാണ്. വലിയ കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെയുണ്ട്. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? അയാൾ ഈഴവ സമുദായത്തിന് വേണ്ടി പോലും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രത്തിന്റെ താഴെ തന്നെ ഇരുന്നു കൊണ്ട് വർഗീയത പറഞ്ഞ്, അതായത് അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇത് ജാതി ചോദിക്കരുത് പറയരുതെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവനെ വെച്ചിട്ട് വിൽക്കുന്ന അദ്ദേഹത്തെ എന്തിനാണ് ഈ BJP എടുത്ത് ചുമന്നു പിടിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? നിങ്ങൾക്കറിയോ അടുത്ത ദിവസങ്ങളിൽ കേരളത്തില് ഇവരെല്ലാരും കൂടി ഈ കോക്കസ് പ്ലാൻ ചെയ്യുന്ന കാര്യം എന്താന്ന്? അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവര് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ പെറ്റു വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ല. ജ്ഞാനമില്ലാത്തവന്റെ ആസനത്തിൽ ആല് വിളിച്ചാൽ അത് തണലാവില്ല, വലിയ ഭാരമായിരിക്കും. വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ മാമച്ചനും മറ്റേ ജോസും എന്ന് പറയുന്ന വെള്ളിമൂങ്ങിലെ സിനിമയിലെ കഥ പറഞ്ഞ പോലെ അടിപൊളി. കേട്ടിടത്തോളം വെച്ച് ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഡു യു റിയലി ബിലീവ് ദാറ്റ് ദേ വിൽ സിങ് ടുഗദർ? അത് ഒരുമിച്ച് പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ആരാടോ ഉപ്പുമുട്ട് കെട്ടിയെടുത്തത്? ഇപ്പൊ ഈ ക്രിസ്ത്യാനികളെ മാത്രം എടുത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഞാൻ ഒരു കമ്മ്യൂണിറ്റിയെ വെച്ച് ഇത് പറയുന്നതല്ല. മുസ്ലിങ്ങളെ സൈഡ് ലൈൻ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു പെയിൻ എത്രമാത്രമാണ്. ഏറ്റവും വലിയ പെയിനായി അവഗണിക്കുക എന്ന് പറയുന്നത്. നാടിന്റെ സ്ഥിതി എന്താവും? കൈപൊക്കാൻ അറിയാവുന്നവന്മാരൊക്കെ ഇവിടെ നേതാവൻ. അവന്മാര് കൈ പൊക്കി പൊക്കി നാട് പൊങ്ങാതായി. ഇവിടെ എല്ലാവരും പൊളിറ്റിക്സ് കളിച്ച് മനുഷ്യന്റെ വികാരത്തെ വ്രണപ്പെടുത്തുകയാണ്. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും. വെള്ളാപ്പള്ളിനെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. ഊതുമ്പോ അങ്ങോട്ട് ഉറിഞ്ചുമ്പോ ഇങ്ങോട്ടുള്ള ഒരു മനുഷ്യനാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കും കേട്ടോ. പഠിക്കാഞ്ഞിട്ടല്ല, എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുതോ. അയാൾ കാണിക്കുന്ന പോലെ ഇത്രയും തേർഡ് റേറ്റ് പൊളിറ്റിക്സ് ഒരു മനുഷ്യനും ചെയ്യത്തില്ല. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.